കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായി വി ആർ ഫീച്ചറിംഗ് എ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന പോഡ്കാസ്റ്റ്. കൺകുളിർക്കെ കണ്ടോളൂ, അതാണ് ചെക്കൻ. എന്റെ മുമ്പിലിരിക്കുന്ന ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് എനിക്കറിയാം. കേരളം പോലുള്ളൊരു സ്ഥലത്ത് നമ്മൾ ഫീമെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കഥ കേട്ടിട്ടുണ്ട്. അവരുടെ ലൈഫ് പല മാധ്യമങ്ങളിലൂടെ പല മീഡിയത്തിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ഒരു മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിൻ്റെ ലൈഫ് എങ്ങനെയാണ് നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇവിടെ കേരളത്തിൽ വളരെ സജീവമാണോ? ടൈം വേസ്റ്റ് ചെയ്യല്ലേ, വേഗം ചെന്ന് പറയൂ. എങ്ങനെ ഒരു ജിഗോളുടെ ലൈഫ് ഇവിടെ? അത് കേരളത്തിൽ മാത്രമല്ല, ഇവിടെ എല്ലാ സ്ഥലത്തും ഉണ്ട്. തമിഴ്നാട്, ബാംഗ്ലൂർ, മുംബൈ, സ്പെഷ്യലി കേരളം അങ്ങനെയൊന്നുമില്ല, എല്ലാ സ്ഥലത്തും എല്ലാവരും വിളിക്കാറുണ്ട്. വിളിക്കുന്ന സ്ഥലത്തൊക്കെ പോകും, എല്ലാവരെയും കാണും, അവരെന്തൊക്കെ പറയുന്നു അവരുടെ ഇഷ്ടത്തിന്. അതായത് ഇപ്പോൾ നോർമലി എല്ലാവർക്കും ഫീലിങ്സ് ഉള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ സിനിമയിൽ ഉള്ള ഇപ്പോൾ നടിമാരോ അല്ലെങ്കിൽ സെലിബ്രിറ്റീസൊക്കെ വിളിക്കുന്ന സമയത്തൊക്കെ ഇവരുടെയൊക്കെ പ്രൈവസി ഇവർ വളരെയധികം സൂക്ഷ്മമായിട്ട് നോക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. അപ്പോൾ അതെങ്ങനെ അവരുടെ പ്രൈവസി നിർത്തിക്കൊണ്ട് നിങ്ങളെ കണക്ട് ചെയ്യുകയും വിളിക്കുകയും ചെയ്യുന്നതൊക്കെ എങ്ങനെയാണ്? അവർക്ക് അവരുടേതായിട്ടുള്ള പ്രൈവസി സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ സ്ഥലത്ത്. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വേണ്ട, നീ വിശ്വസിക്കണ്ട. മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ഇന്റർവ്യൂ വന്നിരിക്കുകയാണ്. അപ്പൊ മെയിൽ പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വിളിക്കുന്ന പേരാണ് ജിഗ്ലോ. പലരും ഈ ടേമിനോട് അത്ര ഫെമിലിയർ ആയിരിക്കില്ല, പക്ഷെ ഞാൻ വളരെയധികം ഫെമിലിയർ ആണ്. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി. അത് വിചാരിച്ചിട്ട് ഞാൻ ജിഗ്ലോ ആണ് അല്ലെങ്കിൽ ജിഗ്ലോ പണിന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ ബാംഗ്ലൂരുള്ള സമയത്ത് ഞാൻ ക്രിക്കറ്റ് ടീമിലൊക്കെ അത്യാവശ്യം പ്രൊഫഷണലായിട്ടും അല്ലാതെ കോർപ്പറേറ്റിലൊക്കെ കളിക്കുന്ന സമയത്ത് അതിൽ തന്നെ കുറച്ച് പയ്യന്മാർ ഈ ജിഗ്ലോ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് മെയിൽ എസ്കോട്ട്. മെയിൽ എസ്കോട്ടായിട്ട് അവിടെയുള്ള കുറച്ച് അത്യാവശ്യം കോർപ്പറേറ്റ് അമ്മായിമാരുടെ കൂടെ പോകുന്നൊരു പരിപാടിയൊക്കെ അന്ന് എനിക്കറിയായിരുന്നു. ആയിരിക്കും ഇവരെന്ത് ചെയ്യും, കാശ് എറിയെന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒപ്പം ക്രിക്കറ്റ് കളിച്ചിരുന്ന ക്രിക്കറ്റ് ടീമിലുള്ള ഒരു പയ്യൻ, ഇവൻ ഭയങ്കര പോഷ്. ഒരു ടൈമിൽ, അതുവരെ നമുക്കറിയാലോ, ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് ഒരു വൈറ്റ്സ് പോലും മര്യാദയ്ക്ക് വാങ്ങാനില്ലാത്ത ഒരുത്തൻ പെട്ടെന്നൊരു ടൈം ഫ്രെയിമിനകത്ത് സെറ്റപ്പ് ഓക്കെ ആണല്ലോ. പിന്നെ പേയ്മെന്റ് തരില്ല, വീഡിയോസ് തരും. ഈ വീഡിയോ വന്നിട്ട് കുറേ വെബ്സൈറ്റിലൊക്കെ ഞങ്ങൾ ഇട്ട് അതിൽ വരുന്ന പേയ്മെന്റ് ആണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. എത്രയാണ് പേയ്മെന്റ് എങ്ങനെയാണ് വരുന്നത്? പെർ മന്ത് 50,000 നിന്ന് 1 lakh വരെയൊക്കെ. 50,000 to 1 lakh നിങ്ങൾക്ക് ഫോണിൽ അഭിനയിക്കുന്ന സമയത്ത് കിട്ടും. അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ പ്രോഫിറ്റ് നിങ്ങൾക്കുണ്ടോ? അത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ചിലവർ ബെനിഫിറ്റ് ആണ് ഞങ്ങൾ. 2 ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ.